അടുത്തതായി നമ്മുടെ ചീഫ് ഗസ്റ്റ് ശ്രീ രാമകൃഷ്ണൻ സാർ സംസാരിക്കും. എൻ്റെ ബഹുമാന്യനായ കോളേജ് പ്രിൻസിപ്പൽ, എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനും കൂടിയായ ഷീനു സർ, മാക്കോസിൻ്റെ ഭാരവാഹികളെ, പിന്നെ സദസ്സിലും വേദിയിൽ നിന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അപ്പുറം ഇപ്പുറമായി നിന്നാണ്. എല്ലാവരും ഡിഗ്നിറ്ററീസും വളരെ വേണ്ടപ്പെട്ടവരും നമ്മളുമായിട്ട് വളരെ അടുപ്പമുള്ള ആൾക്കാരുമാണ്. സ്കൂൾ കാലം മുതൽ ഞാനിങ്ങനെ സീനിയർ ക്ലാസ്സിലേക്ക് പിന്തുടരുന്ന അശോക് മാഷ്, 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ അശോക് മാഷിൻ്റെ സീനിയറാണ്. അവിടെ വന്നപ്പോൾ സീനിയറാണ്, പ്രിൻസിപ്പളായപ്പോൾ സീനിയറാണ്. അപ്പോൾ അശോക് മാഷ് ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ വിട്ടിട്ട് മഴപ്പള്ളി കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സുമോദ് സാർ ഇരിപ്പുണ്ട്. പിന്നെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ബന്ധുക്കളും പരിചയക്കാരും, എൻ്റെ ബന്ധുവിനെക്കാട്ടൊക്കെ അപ്പോഴുള്ള വെള്ളമുണ്ടേന്ന് ശ്രീധരേട്ടൻ വന്നിട്ടുണ്ട് ഇപ്പോഴാണ്, ഇത്രയേറെ കാലത്തിന് ശേഷം. അങ്ങനെ എല്ലാവരും വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. മാത്രമല്ല, ഞാൻ ഈ മാക്കോസിലെ ഒരു മെമ്പറാണ്. ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചതല്ല. പക്ഷേ ഞാൻ ഇവർ തുടങ്ങിയ കാലത്ത് അശോക് സാറെ ഇങ്ങനെ എന്നോട് പറയും, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമുക്ക് കാര്യമായിട്ട്. അപ്പം ഞാൻ അന്നേ ഇവരെ കൂടെ കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രിൻസിപ്പളായ സമയത്തും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്നാലാവുന്നൊക്കെ സഹായിക്കേണ്ടതാണ്. കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ റൂം ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്കറിയാം അലുമിനി അസോസിയേഷൻ ഇപ്പം ഒരുപടിയുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് കൊമേഴ്സിൽ ഒരു സ്ട്രോങ് അലുമിനി ഉണ്ട്, ഫിസിക്സിലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരെയും കൂടി ഉൾപ്പെടുന്ന തരത്തിലുള്ള 2 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസും പിന്നെ പൊളിറ്റിക്കൽ ഫിലോസഫി തരത്തിലുമൊക്കെ ആൾക്കാരുണ്ട്. എനിക്ക് ഈ ഗ്രൂപ്പിൽ ഉള്ളൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ, ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട്, കുറച്ച് മെമ്പേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ ആയിട്ടുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് അവരെ പഴയ കാലമൊക്കെ ഓർമ്മിക്കുകയും നല്ല ബന്ധം കീപ്പ് ചെയ്യുന്ന ആൾക്കാരുമാണ്. അപ്പം അത് മാത്രമല്ല, 1-2 കാര്യങ്ങൾ എന്ന് വെച്ചാൽ, എനിക്കൊന്ന് 13 ഇവർ വന്നപ്പം പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇങ്ങനെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ കാര്യമായിട്ട് ബന്ധപ്പെടുന്നത്. ഒരു 3 കുട്ടികൾക്ക് നമ്മളൊരു പൈസ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കുട്ടികളെ നിങ്ങൾ പോയിട്ട് കണ്ടുപിടിക്കണം. ഞാൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കുമ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പിന്നെ തന്നു നോക്കുമ്പോൾ 15 കുട്ടികളുണ്ട്. ഇവർ പറഞ്ഞ കണ്ടീഷൻസ്, മാക്കോസിൻ്റെ ഭാരവാഹികൾ പറഞ്ഞ കണ്ടീഷൻസ് ഒബേ ചെയ്യുന്ന 15 കുട്ടികൾ മിനിമം ഉണ്ട്. അതായത് 2 രീതിയിലാണ്, മെറിറ്റ് കം മീൻസ് ആണല്ലോ. അപ്പം ഞാനിങ്ങനെ സംഘടനയോടും പിന്നെ മലവരട്ടിനോടും പറഞ്ഞു, ഇങ്ങനെയാണ് സ്ഥിതി. അപ്പോൾ അവർ പറഞ്ഞ് ഒരു 5 ആളെ ഞാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ ആ പൈസ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് വേണ്ട, ആദ്യം ഉദ്ദേശിച്ച പൈസ എല്ലാവർക്കും കൊടുക്കാം, 5 ആൾക്ക് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 ആൾക്ക് അന്ന് അവർ കൊടുത്തു. ആ സമയത്ത് ബാക്കി 10 ആൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമ്മളെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് മൈൻഡഡ് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 10 പേര് എല്ലാ മാസവും 1000 രൂപ എടുത്തിട്ട് 10 ആൾക്കും നമ്മൾ കൊടുത്തിരുന്നു. ആ 8 മാസവും നമ്മൾ കൊടുത്തിരുന്നു പൈസ. അത് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്തോ പറ്റിയില്ലാന്ന് തോന്നുന്നു. പിന്നെ അപ്പം അങ്ങനെ ഒരു കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നാക്കിൻ്റെ വരുന്നപ്പോൾ ഒരു പ്രാവശ്യം, അത് നമ്മളെ കോവിഡിന് കുറച്ച് മുമ്പായിരുന്നു. ഇവരിങ്ങനെ കൂടിയിട്ട് അന്നത്തെ പ്രിൻസിപ്പൾ പറഞ്ഞ് കട്ടൻ വേണം ഇങ്ങനെ ജനലിനും ഇതിനൊക്കെ എന്ന് പറഞ്ഞ്. അപ്പം ഇവരെല്ലാം കൂടിയിട്ട് ഒരു പൈസ ഉണ്ടാക്കി, ഏതാണ്ട് ഏതെല്ലോ ബിൽഡിങ്ങിൻ്റെ കുറേ ഇല്ലാത്ത കട്ടൻസും മറ്റൊക്കെ സംഘടിപ്പിച്ച് ശരിയാക്കി അതിൻ്റെ പൈസ കൊടുത്ത്, കോളേജിൻ്റെ കാര്യത്തിൽ ഇന്നും അതുപോലെ ഇടപെടുന്ന ഒരു ഗ്രൂപ്പായി വരും. അത് അങ്ങനെയാണ് നമ്മൾ ശരിക്കും ഗ്രൂപ്പുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നതും. അതിൽ എനിക്ക് നേരത്തെ ഒരു മെമ്പർഷിപ്പ് അവർ തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇൻക്ലൂസീവായിട്ട് എല്ലാവരെയും കൂട്ടുന്നതിനൊക്കെ മുമ്പ് തന്നെ. അപ്പോൾ അതിൽ നിന്ന് വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ എൻ്റെ ഒരു 5-6 വർഷം മുമ്പ് പഠിച്ചു പോയവരാണ് കൂടുതലും തുടങ്ങിയ ആൾക്കാരുള്ളത്. ആ ഒരു സമയം കൊണ്ട് വലിയൊരു വ്യത്യാസമൊന്നും കോളേജിൽ ഉണ്ടായിട്ടില്ല. ഇപ്പം പ്രിൻസിപ്പൾ പറഞ്ഞ മാതിരി അതുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സയൻസ് ബ്ലോക്ക് വന്നെന്നുള്ളതാണ്. ഞങ്ങളതിൽ ഇപ്പം ഇവരെല്ലാം പറയുമായിരുന്നു, വലിയൊരു സമരം നടത്തിയിട്ടാണ് ഞങ്ങളെ സീനിയേഴ്സ് അത് സാധിപ്പിച്ചത്. കാരണം ബ്ലോക്കൊക്കെ ശരിയായിട്ടും കുട്ടികളെ കയറ്റുന്നില്ല. ഞങ്ങളാണ് ആ ക്ലാസ്സിലേക്ക്, കോളേജിലേക്ക്, ബിൽഡിങ്ങിലേക്ക് ആദ്യം ബെഞ്ച് ഡെസ്കൊക്കെ പിടിച്ചിട്ടിട്ട് ഞങ്ങളെ സീനിയേഴ്സ് BSc-ക്കാരും ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയിരുന്നു അവിടെ എൻട്രി ചെയ്ത് നമ്മളെ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതാണ് വലിയൊരു വ്യത്യാസം. പിന്നെ കുറേ കാലത്തേക്ക് ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു വ്യത്യാസം ഉണ്ടായില്ല എന്നുള്ളത്, ആ ഒരു കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് നമ്മൾ അന്ന് പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം ടീച്ചേഴ്സാണ്, ഏറ്റവും നല്ല ടീച്ചേഴ്സ്. അക്കാഡമിക്കലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും, മാത്സിലെ കണ്ണമാഷാന്നൊക്കെ നമ്മളൊരു ഗുരു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏത് കാലത്തും നമ്മൾ വന്നിരിക്കുന്ന ഒരാളാണ് കണ്ണമാഷ. മാത്സിൽ മരിച്ചുപോയി കോവിഡിൻ്റെ സമയത്ത്, അതുകൊണ്ട് പോകാൻ പോലും പറ്റിയില്ല.
പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മോഹൻദാസ് സാറ്. ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വളരെ മികച്ച അധ്യാപകരാണ്. പക്ഷേ അക്കാലത്ത് എന്താണെന്നറിയില്ല, കൂടുതൽ ആൾക്കാരും പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരായിരിക്കും അറിയില്ല. ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും അതുപോലെ തന്നെ അക്കാഡമിക് ആയിട്ടുള്ള ഹയർ കോഴ്സസ് തുടങ്ങുന്നതിനെ പറ്റിയുള്ള ഒരു ചർച്ച നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നില്ല. അത് പിന്നെ വന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, അസോം മാഷ് നമ്മുടെ കുറെ ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ ഇവിടെ പഠിച്ച തന്നെ ആൾക്കാർ കൂടുതലായിട്ട് ഇവിടെ വന്നപ്പോഴാണ് ആ തരത്തിലുള്ളൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നത്. കാരണം 79-ലാണ് കെമിസ്ട്രിയിലും പിന്നെ സുവോളജിയിലും MSc വരുന്നത്. 79-ൽ ഞാൻ 73-78 ഇവിടെ പഠിച്ച ഒരാളാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരു സംഭവം വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും സ്റ്റോപ്പായി പോയി, പിന്നെ ഒന്നുമില്ല. അത് പിന്നത്തെ ഒരു കോഴ്സൊക്കെ തുടങ്ങുക എന്ന് പറഞ്ഞാൽ, പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മളെ പൊളിറ്റിക്കൽ പൊതുപ്രവർത്തകർ MLA-മാർ ഒരു ബന്ധത്തിൻ്റെ ഒരു അഭാവമായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു അക്കാലത്തിലൊക്കെ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഫിസിക്സിലാണ് ഒരു റിസർച്ച് സെൻറ്റർ ആദ്യം വന്നത്. ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ ഫിസിക്സ് BSc ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനും എൻ്റെ കൂടെയുള്ള നാരായണ മാഷുണ്ട്, ഇവിടെ തന്നെ അടുത്ത് താമസിക്കുന്നത്. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന നാരായണ മാഷ്, അയാൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് മാറിപ്പോയ ആളാണ്. മാഷ് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു റിസർച്ച് സെൻറ്ററിന് ഒരു ശ്രമം നടത്തി നോക്കാം. അതിന് അനുകൂലമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ KK കുറുപ്പ് സാറാണ് VC. അപ്പം പിന്നെ നമ്മളവിടെ പോയി KK കുറുപ്പ് സാറിനെ കണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം സിൻഡിക്കേറ്റിൽ വരുമ്പോൾ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് BSc മാത്രമേ ഉള്ളൂ, MSc കോളേജുകളുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ റിസർച്ച് സെൻറ്റർ തരുന്നത്. പിന്നെയും പോയി കഴിഞ്ഞപ്പം എനിക്കൊന്നൊരു പിഷാരടി സാർ ഉണ്ടായിരുന്നു, സിൻഡിക്കേറ്റിലൂടെ സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ നേതാവായിട്ട് വന്നത്. അപ്പോൾ സാറ് ചോദിച്ചിങ്ങനെ ഈ BSc PG ഇല്ലെങ്കിൽ കൊടുക്കണ്ടെന്ന് നമ്മുടെ ബൈലോയിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കുറുപ്പ് സാറെന്ന് ചോദിച്ചാൽ അത് നോക്കാൻ പറയാം. അങ്ങനെയില്ല, എന്നാൽ പിന്നെ കുറുപ്പ് സാർ വളരെ ഓർഡർ ഇട്ടിട്ട് വേഗം അത് KK കുറുപ്പ് സാർ അവിടെ ഇവിടെ ഉണ്ടാകുന്നു. നമുക്ക് അറിയാവുന്ന മട്ടപ്പള്ളി കോളേജുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാൾ അവിടെ BC ആയിരിക്കുന്നതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ടാണ് BSc MSc ഇല്ലാത്ത സമയത്ത് നമുക്ക് റിസർച്ച് സെൻറ്റർ തന്നത്. അത് നമ്മളിവിടെ അന്നത്തെ മന്ത്രി PJ ജോസഫിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചു. അതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് പറഞ്ഞാൽ, ആ സയൻസ് ബ്ലോക്കിൻ്റെ കാര്യം ഇപ്പം പ്രിൻസിപ്പൾ പറഞ്ഞല്ലോ, അന്ന് അത് പിന്നെ മേലെ ആസ്പെക്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 30 ലക്ഷം രൂപേൻ്റെ ഒരു പദ്ധതി മിനിസ്റ്റർ അവിടെ നിന്ന് തന്നെ സമ്മതിച്ചു. അങ്ങനെയാണ് അത് ബ്ലോക്ക് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പിന്നെ പറഞ്ഞിട്ട് മേലെ മഴ പെയ്താൽ അടുത്ത ബ്ലോക്കിൽ വരും, അതിൻ്റെ അടുത്ത് ആർക്കും ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഷോക്കാണ്. എവിടെയും വെള്ളം കലക്ട് ചെയ്തിട്ട് പുറത്തേക്ക് വിടുന്ന പരിപാടിയൊക്കെയാണ്, ചുമരിൻ്റെ മുകളിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അന്ന് ആകാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് MSc വേണമല്ലോ ഇതിന് വെച്ചിട്ട് MScക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയി അതിലൊരു കാര്യം MScക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് യൂണിവേഴ്സിറ്റീൻ്റെ സമ്മതമാണ്. യൂണിവേഴ്സിറ്റിയിൽ സമ്മതമൊക്കെ കിട്ടി നമ്മൾ ഗവൺമെൻറ്റിൽ പോയി നാണുവട്ടനായ MLA നാണുവട്ടനായി വല്ലാതെ ശ്രമിച്ചു. അവസാന നിമിഷം വന്നപ്പം നമ്മുടെ കോളേജിന് വരും വേറൊരു കോളേജാണ്. അത് എല്ലാവർക്കും വിഷമായി, നാണുവട്ടന് അതുപോലെ തന്നെ വിഷമായി പറഞ്ഞു ഒരു രക്ഷയില്ലാന്ന്. പിറ്റേത്തെ പ്രാവശ്യം PTAന്ന് 2500 രൂപ അടക്കേണ്ടതുണ്ട്. 2500 രൂപ അടച്ച് നാണുവട്ടന് ഒറ്റക്ക് പോയിട്ടാണ് MSc ഫിസിക്സ് കോഴ്സ് കൊണ്ടുവന്നത്. ബാക്കി എല്ലാവരോടും മറ്റ് PTA ഗ്രൂപ്പിലെല്ലാം പോകുമായിരുന്നു. അത് MSc ഫിസിക്സ് കോഴ്സ് വന്നു. MSc ഫിസിക്സ് കോഴ്സ് സിൻഡിക്കേറ്റിൻ്റെ അവർ വേണമല്ലോ, അതിന് ദക്ഷിണാമൂർത്തി സാറിനൊക്കെ പോയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട് നാരായണൻ പാട്ട് ഞങ്ങൾ പോയി. അവർ ദേശീയ മാനിയിലായിരുന്നു. അവിടെ പോയപ്പോൾ ഇങ്ങനെ മൂപ്പർക്ക് അത്ഭുതം, പ്രൈവറ്റ് കോളേജിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോഴ്സ് കിട്ടാൻ, നിങ്ങൾ എന്തിനാണ് വന്നത്? ഞങ്ങളിവിടെ ഇങ്ങനെ അത്യാവശ്യം BSc ഫീസ് ഉണ്ട്, കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ലാബെല്ലാം വലിയ കഷ്ടമാണ്, പൈസ ഇല്ലാത്തതുകൊണ്ട് പുസ്തകങ്ങൾ പാപ്പുട്ടി മാഷ ഹെഡ്. അപ്പം പിന്നെ മാഷ പറയും പുസ്തകങ്ങളൊക്കെ പാപ്പുട്ടി സാർ നേരത്തെ കുറേ വാങ്ങി വെച്ചുകൊണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി. സിൻഡിക്കേറ്റ് കമ്മിറ്റി വന്ന് ലാബെല്ലാം കുറേ സാധനം BScൻ്റെ എടുത്ത് വെച്ചിട്ട് ഒപ്പിച്ച് വെച്ചു. 6 ആൾക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ പക്ഷേ അതിനൊരു ഗുണമുണ്ടായിരുന്നില്ല. പിറ്റേത്തെ പോലെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുറേ ആൾക്കാർ, നമുക്ക് അറിയുന്ന കുറേ ആൾക്കാർ തന്നെ ഇവിടെ KCB ഭാസ്കരേട്ടന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, 12 സീറ്റാക്ക്, 6 സീറ്റ് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി സംഘടിപ്പിച്ചു തരാം. നമ്മൾ പറഞ്ഞ 6 ആൾക്കുള്ള സാധനം തന്നെ ഇവിടെ ഇല്ല. അപ്പോൾ അയാൾ പറഞ്ഞ് കുഴപ്പമില്ല, 6 ആൾക്കുള്ള സാധനം ഞങ്ങൾ പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ടുത്തരുന്നു. അപ്പം കോളേജിലേക്ക് നമുക്ക് ഗവൺമെൻറ് കോളേജിൽ നമുക്ക് പൈസ വാങ്ങിക്കൂടാലും ഈ ഒരാളെങ്കിൽ കോപ്പറേറ്റീവ് ഇവിടെ ഒരു ബാങ്കുണ്ട്. ആ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അവിടെ അവർ പറഞ്ഞൊരു സാധനം വെച്ചു കമ്പനിക്കാർ, ഗവൺമെൻറ് കോളേജിലേക്കൊന്നും ഒരു സാധനം തരില്ല. ആ ബാങ്കിൽ പൈസ അടിച്ചിട്ട് ബാങ്കിൽ സാധനം വന്നിട്ട് അങ്ങനെ അവർ തന്നെ ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് ശരിക്ക് പിന്നെ MSc ഫിസിക്സ്. അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെയും കൊണ്ട് ബത്തേരി കോളേജിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകും, അവിടെ പോയി നമ്മൾ ക്ലാസ് എടുക്കും, കുട്ടികളെ എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ ഒരു സ്ഥിതിയൊക്കെ ഏറ്റവും കുറേ കാലത്ത്. ഇപ്പോൾ ഒന്നാന്തരം ഒരു ലാബാണ് നമുക്ക്, ഫിസിക്സിലാവട്ടെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നല്ല ലാബും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞത് ആൾക്കാർ ഇടപെട്ട് ഇതുപോലെ തന്നെ കഴിഞ്ഞാലാണ് കാര്യങ്ങൾ പിന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരായിട്ടും നമുക്കിവിടെ ഒരു പിന്നെ ഓവർ തന്നെ MBA ആയിരുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഫിസിക്സിന് മുമ്പ് ആ ബിൽഡിങ് തരുന്നത്. വെറുതെ കുറേ കാലം കിടക്കുമായിരുന്നു.
ഇവിടുത്തെ ഒരു യൂണിയൻ ചെയർമാൻ അയാൾ പോയിട്ടാണ് നമ്മളെ അതിൻ്റെ ബാക്കിയുള്ള ഇലക്ട്രിഫിക്കേഷനൊക്കെ ശരിയാക്കിയത്. ഇലക്ട്രിഫിക്കേഷനൊക്കെ ശരിയാക്കി അങ്ങനെ പിന്നെ ഒരു 10 കമ്പ്യൂട്ടർ അങ്ങനത്തെ MBA പിന്നെ നമ്മുടെ MP MLA ഒക്കെ കമ്പ്യൂട്ടർ വന്ന് അങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ ആദ്യമായിട്ട് കോളേജിൽ വന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇനിയും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും എല്ലാം പൊളിറ്റിക്കൽ പിന്നെ ആയിട്ടുള്ള പിടുത്തമുള്ള ആൾക്കാരൊക്കെ സഹായിച്ചാലാണ് ഇപ്പം പ്രിൻസിപ്പൾ പറഞ്ഞ മാതിരി അടുത്തൊരു ഘട്ടത്തിലേക്കുള്ള ഒരു ഡെവലപ്മെൻറ്റ് കോളേജിൽ ഉണ്ടാകാൻ പറ്റും. കാരണം കോളേജ് ഇപ്പം നമ്മളിപ്പം അക്കാഡമിക് സംഗതി പറഞ്ഞില്ലേ, നിങ്ങൾ നോക്കിയാൽ മതി. BSc കഴിഞ്ഞിട്ട് IIT-യിലേക്കുള്ള എൻട്രൻസ് ഞാനിപ്പോൾ സുമൻ സാറിനോട് പറയുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പോയിട്ടുണ്ടാവും മടപ്പള്ളി കോളേജിലാണ്. ഫിസിക്സിന് തന്നെ ഒരു 10-12-13 കുട്ടികൾ പോയിട്ടുണ്ട്. കെമിസ്ട്രിയിൽ പോയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ 2013 നമ്മളൊരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി. ആ സമയത്ത് ദക്ഷിണേന്ത്യയിലുള്ള ഏക സ്റ്റുഡൻ്റാണ് അയാൾ IISc-യിലേക്ക് ഫിസിക്സിനുള്ള നമ്മുടെ ഇവിടെ നിന്നാണ് പോയി കുട്ടി. ആ കുട്ടികളൊക്കെ പോയി ഇപ്പം 3 IIT-യിലെ പ്രൊഫസർമാർ ഇവിടെ BSc ഫിസിക്സ് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ഇതേപോലെ തന്നെ വളരെ കാര്യമായ ആൾക്കാർ പല സ്ഥാനങ്ങളിലും എത്തിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു കാര്യം ഇതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ മറ്റേ കുറച്ച് ബാക്കൗട്ട് ആണെങ്കിലും ഈ അടുത്ത കാലത്ത് കുറേ ബിൽഡിംഗ് ഒക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അശോക് മാഷ്ക്ക് അറിയാം. ഈ ബിൽഡിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് അശോക് മാഷും സംഘവും പോയിട്ട് കുറേ നമ്മുടെ ULCC-യിൽ പോയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവരെ കൊണ്ട് ഇത് എടുപ്പിച്ചത്. അല്ലെങ്കിൽ ഇത് അക്കാലത്ത് വരും. അതുകൊണ്ട് നല്ല ബിൽഡിംഗ് ആയി പെട്ടെന്ന് എടുക്കുകയും ചെയ്ത് അവർ വളരെ സമ്മർദ്ദങ്ങൾ ചെലുത്തിയിട്ടാണ് ആ ബിൽഡിംഗ് ഇവിടെ വന്നു കഴിഞ്ഞത്. അപ്പം ശ്രമിച്ചാൽ അടുത്തൊരു സംഗതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇപ്പം സുമൻ സാർക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് റിസർച്ചിൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ട് അടുത്തൊരു ഒരു ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് സെന്റർ വരാൻ എന്തുകൊണ്ടും അർഹരായ നമ്മൾ. കാരണം പണ്ട് നമ്മൾ ഒരു PG കോഴ്സിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ മഴപ്പള്ളിയിൽ പറ്റുമോ നമുക്ക് റിസർച്ച് സെന്റർ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഇപ്പം സുവോളജി റിസർച്ച് സെന്ററാണ്, കെമിസ്ട്രി റിസർച്ച് സെന്ററാണ്, കൊമേഴ്സ് റിസർച്ച് സെന്ററാണ്. ഈ അടുത്ത് പൊളിറ്റിക്കൽ സയൻസിന്റെ അവിടെ റിസർച്ച് സെന്ററിന് അവർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? കിട്ടിയില്ല, ഇവിടെ വരെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം നമുക്ക് റിസർച്ച് സെന്റർ ഇനിയുള്ള ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ്. അതുകൊണ്ട് ഒരു ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് സെന്ററിന്റെ ഫെസിലിറ്റീസ് വരാനുള്ള അർഹത നമുക്ക് എന്തായാലും ഉണ്ട്. ആ തരത്തിലൊരു മൂവ്മെന്റ് ഒക്കെ നടത്തുകയാണെങ്കിൽ നമുക്ക് ഇന്നിപ്പോൾ പറയുമ്പോൾ ഒരു എത്താത്ത കാര്യം പോലെ തോന്നുന്നുണ്ടെങ്കിലും ഒരു കുറച്ച് കൊല്ലം കൊണ്ട് പറ്റുന്നതാണ്. കാരണം പല സ്ഥലത്തും പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പൈസ വാങ്ങി ചെയ്യുന്ന കാര്യങ്ങളാണ്, വലിയ പൈസയാണ്. അത്ര പൈസ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ ഇവിടെ തന്നെ ഇപ്പം നെറ്റൊക്കെ പാസ്സാവുന്ന ഇഷ്ടം പോലെ PG-യിലെ കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സൗകര്യം. ഇപ്പോൾ റിസർച്ച് സെന്ററിന്റെ കാര്യം പറയാം. സുമോൻ സാറിന്റെ കൂടെ ഇപ്പം 3 പേര് കഴിഞ്ഞ് സുവോളജിയിൽ റിസർച്ച് എടുത്തു കഴിഞ്ഞ് അന്ന് റിസർച്ച് സെന്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ സിൻഡിക്കേറ്റിൽ നിന്ന് വന്ന മെമ്പേഴ്സൊക്കെ നമ്മൾ സുമോൻ സാർ ഓർക്കുന്നുണ്ടാവും. നമ്മളിങ്ങനെ വളരെ വിനയത്തിൽ നിന്നിട്ടൊക്കെയാണ് അതിലൊരു ആ തരത്തിലൊക്കെ നമ്മൾ കോളേജിന് വേണ്ടിയിട്ട് നമ്മൾക്കൊന്ന് കാര്യമായി ശ്രമിച്ചാൽ മതി. കൂടുതൽ ഞാൻ നീട്ടുന്നില്ല, എല്ലാവർക്കും ഇവിടെ കാര്യങ്ങൾ പറയാനുണ്ടാവും. എന്തായാലും ഒരു കാര്യം നമുക്ക് തീർച്ചയാണ്, 57-ലെ ആദ്യത്തെ മിനിസ്ട്രിയാണ് നമുക്ക് ഈ കോളേജിൽ തന്നത്. മലബാറിന്റെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ട് അത് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന MR നാരായണക്കുറുപ്പ് അതുപോലെ തന്നെ സർവകക്ഷി ആൾക്കാരെ കൂടിയിട്ട് കഷ്ടപ്പെട്ട് പൈസയും സ്ഥലവും സംഘടിപ്പിച്ചിട്ടാണ് ഇതിന്റെ തുടക്കം. ഞങ്ങളതിൻ്റെ വലിയ ഡോക്യുമെന്റ് ഫിസിക്സിൽ ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടോ എനിക്കറിയില്ല അവൈലബിൾ ആണെന്നത്. അപ്പൊ അവരന്ന് കണ്ട സ്വപ്നം ഒരു പരിധി വരെയെങ്കിലും ഇവിടെ വന്ന സ്റ്റുഡൻസ്, ജനറേഷൻസ്, ടീച്ചേഴ്സ് എല്ലാം കൂടി നിറവേറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് ഇക്കാര്യത്തിൽ സമയത്ത് പറയാനുള്ളത്. ഇങ്ങനെ ഒരു അവസരം തന്നതിന് മാക്കോസിന്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ ഇനി ഏറെ കാലത്തേക്ക് ഇതുപോലെ തന്നെ ഒരു യൂണിറ്റി ഈ സംഘത്തിന് ഉണ്ടാവുകയും അത് നമ്മുടെ കുട്ടികൾക്ക് അക്കാഡമിക് ആയിട്ടുള്ള പ്രചോദനമാവുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.